ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ മൈ ലൈഫ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റമളാനാണ് ഇന്ന് വന്നിട്ട് ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ അല്ല പുലർച്ചയ്ക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ മടിച്ച് അവിടെ ഇങ്ങനെ കിടന്ന് അവസാനം 4:30 4:45 ആയപ്പോഴാട്ടോ എണീറ്റത്. ഫസ്റ്റ് ഡേ കൊണ്ട് ചെറിയൊരു മടിയൊക്കെ കാണും. കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ ഇതേപോലെ പുലർച്ചയ്ക്ക് എണീച്ച് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ബ്രഷ് ചെയ്തു, മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പോയി തഹജ്ജുദ് നിസ്കരിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവാണ്. നമുക്ക് അത്താഴത്തിനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ അത്താഴത്തിന് നമുക്ക് ചോറാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ചോറിനാണ് കഴിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ചോറ് തലേന്ന് തന്നെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയും അതേപോലെ തന്നെ തലേന്ന് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കറി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പപ്പടവും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചീനച്ചട്ടിയൊക്കെ വേഗം കഴുകി റെഡിയാക്കി കേട്ടോ. ഉമ്മ നിസ്കരിക്കുകയാണ്, ഇത്താത്ത എണീറ്റുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേഗം അത്താഴത്തിനുള്ള ഭക്ഷണം കഴിക്കാമല്ലോ. അങ്ങനെ അതേ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പപ്പടം, ഒരുപാട് പപ്പടമൊന്നുമില്ല കേട്ടോ, ഓരോ പപ്പടം ഓരോരുത്തർക്ക് എന്നുള്ള രീതിയിൽ പൊരിക്കുകയാണ്. കാരണം പപ്പടം അധികം ഇവിടെ അങ്ങനെ കൂട്ടാറില്ല. പക്ഷേ ഇപ്പോൾ പുലർച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒരു രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പപ്പടം പൊരിക്കുന്നത് കേട്ടോ. അങ്ങനെ പപ്പടം പൊരിച്ചെടുത്തതിന് ശേഷം പഠിച്ചോനെ പപ്പടം പൊരിച്ച് കഴിയണില്ലല്ലോ. ഓക്കെ, കുറച്ച് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചു. അത്താഴത്തിന് ചായ കുടിക്കൽ നിർബന്ധമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും തലവേദനയാണ്. ഇക്കാക്ക ഇപ്പം ഈയിടെയായിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ല, പക്ഷേ എന്നാലും ചായ കുടിക്കാൻ നിർബന്ധിച്ചിട്ട് ചായ കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അയലക്കറി ആയിരുന്നു, അയലക്കറിയും പപ്പടവും അതേപോലെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നോമ്പിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ ഈ പുലർച്ചക്കൊക്കെ എണീച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. എന്നാലും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത്താഴത്തിന് നമ്മൾ അത്തിപ്പഴത്തോളം എന്നാണ്, പക്ഷെ നമ്മൾ ചോറാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചോറ് കഴിച്ചാൽ കുറച്ചൊരു എനർജി ഉണ്ടാവുള്ളൂ ഗൈസ്. പിന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. പിന്നെ അതാ ബാങ്ക് കൊടുക്കാനായപ്പോഴേക്കും വേഗം കുറച്ച് വെള്ളം കൂടി കുടിച്ച് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളം മസ്റ്റാണ്, കാരണം എനിക്ക് വെള്ളം കുടിക്കാണ്ടാകുമ്പോൾ പെട്ടെന്നാണ് ഓരോന്ന് വരിക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. എത്രത്തോളം കുടിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. എൻ്റെ വയറ് ഫില്ലാവണ വരെ ഞാൻ വെള്ളം കുടിച്ച് നിറച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സുബഹി നിസ്കരിച്ചു. കുറച്ച് ഏറെ നേരം ഖുർആനൊക്കെ ഓതി അതേപോലെ തന്നെ ദിക്റുകളൊക്കെ ചൊല്ലി കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതാണ് നല്ല രസമുള്ള പരിപാടി. വേറൊന്നുമില്ല ഗൈസ്. ഈ പുലർച്ചയ്ക്ക് എണീച്ചിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഒരു സുഖമാണ്. അങ്ങനെ ഞാൻ ഉറങ്ങി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു കേട്ടോ. ഇനി നമുക്ക് കുളിക്കണം, ഖുർആൻ ഓതണം, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതാ അയാളുണ്ട് എൻ്റെ കൂടെ. നമ്മൾ രണ്ടാളും കടലൊക്കെ നോക്കി ആസ്വദിക്കുകയാണ് കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വേഗം പോയി കുളിച്ചു, നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞു. ശരിക്കും ഈ റമളാൻ മാസം നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഖുർആൻ ഓതുക, നിസ്കരിക്കുക, പടച്ചോനിലേക്ക് അടുക്കുക, അതാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ഉറങ്ങി. അസർ നിസ്കാരവും കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ നമ്മളിതാ നോമ്പ് തുറൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒരാളാണെങ്കിൽ നോമ്പൊന്നും എടുക്കാണ്ട്, ഒരാളല്ല രണ്ടാളും നോമ്പൊന്നും എടുക്കാണ്ട് ഈത്തപ്പഴമൊക്കെ കഴിച്ച് കണ്ണിലും വായിലൊക്കെ ആക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നോമ്പൊന്നും എടുക്കാണ്ട് അങ്ങനെ കഴിച്ച് നടക്കുക. ഓക്കെ, അതിനത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ കുറച്ച് ജിതാനെ പുറത്തേക്ക് എടുത്ത് നടന്നു. അവിടെ ഇരുന്ന് ഇങ്ങനെ കരയായിരുന്നു. മൂപ്പരാൾ കുറച്ച് റഫിലാണ് കേട്ടോ. ഇപ്പോൾ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കണമെന്നില്ല, എന്തോ ഭയങ്കര ഗൗരവത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങി. ഇന്ന് നമുക്ക് ഉന്നക്കായും അതേപോലെ ബോണ്ടയും ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ഉമ്മയും ഇത്താത്തയും എല്ലാം കൂടി എന്താ പറയുക പണികളൊക്കെ തുടങ്ങി. ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് പഴമൊക്കെ പുഴുങ്ങി അതേപോലെ ഉടക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു. അങ്ങനെ ഓരോ പണിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. കാരണം നമ്മളിത് കുക്കിംഗ് വ്ളോഗ് അല്ലല്ലോ, ഡേ മൈ ലൈഫ് ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായ്ക്കുള്ള പഴം ഞാൻ എന്താ പറയുക ചതച്ചു എന്നാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഉള്ളിയൊക്കെ വാട്ടി ബോണ്ടൊക്കെയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂപ്പരാണെങ്കിൽ ഉന്നക്കായ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉന്നക്കായൻ്റെ പാടാട്ടോ കഴിച്ചുകൊണ്ടിരിക്കണത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻ്റെ സ്പെഷ്യൽ തരി ഉണ്ടാക്കി. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തരി, അതേപോലെ തന്നെ ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ് തരി. മിക്കവാറും നമ്മളെ ഈ 30 നോമ്പിനും തരി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ബോണ്ടൻ്റെ മസാലയൊക്കെ റെഡിയാക്കി നമ്മളത് റോളല്ല ബോൾസ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക സെറ്റ് ചെയ്ത് ഞാനാട്ടോ ചെയ്യുന്നത്. ഞാൻ എടുത്ത് പറയുകയാണ്, ഞാനും ചെയ്യുന്നുണ്ട് ഗൈസ് പണികളൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉന്നക്കായൊക്കെ പൊരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു,
അപ്പോൾ സ്ട്രോബെറീൻ്റെ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്ട്രോബെറി കുറേ ദിവസമായി വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വെച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതെടുത്തിട്ട് ഷേക്ക് അടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നാരങ്ങ വെള്ളം കലക്കി വെച്ചു കേട്ടോ. നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും, കാരണം ഇപ്പം അത്യാവശ്യം വെയിലാണല്ലോ, അപ്പോൾ ചൂടാണ്, നല്ലോണം വേർക്കുന്നുണ്ടായിരുന്നു, ക്ഷീണമുണ്ട്. അപ്പം ബാക്കിയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതേ വത്തക്ക മുറിക്കുകയാണ്. ഉമ്മയും ഇത്താത്തയും വേറെ വേറെ പണികളിലാണ് കേട്ടോ, ഓരോരുത്തരും ഓരോ പണിയിലാണ്. അപ്പോൾ മെയിനായിട്ട് ഞാനാണല്ലോ, അപ്പം ഞാൻ ചെയ്യുന്ന പണികളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ വത്തക്കൊക്കെ മുറിച്ച് അതുമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് വേറെ ഒന്നും ഞാൻ വെച്ചില്ല, വത്തക്ക മാത്രമേ വെച്ചുള്ളൂ, കാരണം അതിന് കഴിച്ചാൽ വയറ് നിറഞ്ഞോളും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം അതൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് സെറ്റ് ചെയ്തു. ഉന്നക്കായ, അതേപോലെ ഈത്തപ്പഴം, ബോണ്ട ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയി. ഉന്നക്കായ ചെറുതായിട്ടൊന്ന് ചീനച്ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നും അല്ല, പുതിയ ചീനച്ചട്ടി നമ്മളൊന്ന് എടുത്തു നോക്കിയതായിരുന്നു, പക്ഷെ അതൊരു ടാസ്ക് ആയിട്ടോ. പിന്നെ സ്ട്രോബെറീൻ്റെ ഷേക്ക്, അതേപോലെ നാരങ്ങ വെള്ളം ഒക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ഫസ്റ്റത്തെ നോമ്പ് റാഹത്തായിട്ട് തന്നെ തുറന്നു കേട്ടോ. അപ്പോൾ ഈത്തപ്പഴവും അതേപോലെ നാരങ്ങ വെള്ളവും ഷേക്കും ഒക്കെ കുടിച്ചിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ മെയിനായിട്ട് ഇവിടെ ഷേക്ക് കുടിക്കുന്നുണ്ട് ഗൈസ്. ഒറ്റക്ക് ഗ്ലാസ്സൊക്കെ പിടിച്ചിട്ട് കുടിക്കാനൊക്കെ ആയി കേട്ടോ. ഇത്ര പെട്ടെന്ന് ആ മക്കളൊക്കെ വലുതാവണത് അല്ലേ. ഇവിടെ ഒരാൾ ഇതാ വത്തക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന് വത്തക്ക എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ് കേട്ടോ. പിന്നെ ഇതാ ഇക്കാകയുണ്ട്, ഉമ്മയുണ്ട്. ഉമ്മാക്ക് പിന്നെ ഉമ്മാക്കും ഇത്താത്തക്കും വീഡിയോയിലേക്ക് വരാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അവരെ എന്താ പറയുക കാണിക്കണില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ തറാവീഹ് നിസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു രംഗം കണ്ടത്. ഇവിടെ ഒരാൾ ഉന്നക്കായ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരിയും പിന്നെ ചെമ്മീൻ കറിയൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് അതൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാനും അയാനും കിടക്കാണ് കേട്ടോ. അയാനും ഞാനും എന്നും ഒരുമിച്ചാട്ടോ കിടക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.